2027 ഏകദിന ലോകകപ്പാണ് ടീം ഇന്ത്യക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ടാർഗറ്റ്. 2023 ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയം സംബന്ധിച്ച ഇന്ത്യക്ക് എന്ത് വില കൊടുത്തും ഇക്കുറി ലോക കിരീടം നേടിയേ തീരൂ. അതിനായുള്ള ആക്ഷൻ പ്ലാനുകളും കോച്ച് ഗൗതം ഗംഭീർ തുടങ്ങിക്കഴിഞ്ഞു. IPL-ലെ വമ്പൻ ഓഫറുകൾ പോലും വേണ്ട എന്ന് വെച്ച ഗംഭീർ മുഴുവൻ സമയവും ഇന്ത്യൻ ടീമിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. കിരീട നേട്ടം അഭിമാന പ്രശ്നമായതുകൊണ്ട് തന്നെ ബന്ധങ്ങളും സ്വാധീനങ്ങളും മറന്ന പ്രകടനം മാത്രം വിലയിരുത്തിയാകും താരങ്ങളെ ലോകകപ്പ് സ്ക്വാഡിനായി സജ്ജമാക്കുക ഗംഭീർ. നിലവിലെ റണ്ണറപ്പുകളായ ഇന്ത്യക്ക് മുന്നിൽ വലിയ വെല്ലുവിളികളാണ് ഇത്തവണ ഉള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സീനിയർ താരങ്ങൾക്ക് സീറ്റ് കൊടുക്കുക എന്നതാണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏകദിന ലോകകപ്പിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു എങ്കിലും ആ തീരുമാനം ഇപ്പോൾ പുനഃപരിശോധിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യക്കായി അത്രയേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള സൂപ്പർ സ്റ്റാറുകൾ തന്നെയാണ് ഈ രണ്ടു പേരും. കോഹ്ലിയും രോഹിത്തും ടെസ്റ്റും T20യും മതിയാക്കിയെങ്കിലും ഏകദിനത്തിൽ തുടരുന്നത് ലോകകപ്പ് നേട്ടത്തോടെ കരിയർ അവസാനിപ്പിക്കാനാണ്. മികച്ച പ്രകടനം സമീപകാലത്തായി നടത്താനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ രോഹിത്തും കോഹ്ലിയും ഏകദിന ലോകകപ്പിൽ കളിക്കണമോ എന്ന കാര്യത്തിൽ BCCI അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അവർ നൽകിയ സംഭാവനകൾ മാത്രം കണക്കിലെടുത്ത് ടീമിൽ സ്ഥാനം നൽകേണ്ടതില്ല എന്ന ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറിനും സമാന നിലപാടാണ് ഉള്ളത്. പ്രായമാണ് ഇരുവർക്കും തിരിച്ചടിയാകാൻ പോകുന്നത്.